അയ്യോ, കുട്ടി എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ അവിടെ വേറെ ആളുകളുണ്ട്. ഒരു കിടക്ക തട്ടിക്കൊടഞ്ഞു വിരിച്ചോണ്ട് എന്റെ വളയൊന്നും ഊരി പോവില്ല. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഷർട്ട് അയൺ ചെയ്താൽ ചുളിവ് മാറില്ല എന്നുള്ളതുകൊണ്ട് ആ പണി മാത്രമേ രാധയെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ. പിന്നെ എന്റെ അലക്കലും കഴുകലും കിടക്കവിരിക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്താൽ എനിക്ക് തൃപ്തിയാകും. അതുകൊണ്ട് ഈ വക പണികളൊന്നും ചെയ്യണ്ട. ഏയ്, ഈ മുറിയിൽ ഇന്നു മുതൽ ഞാനാ കിടക്കുന്നത്. ആ, ഈ കുട്ടിക്ക് സ്വസ്ഥമായിട്ട് കിടക്കണമെങ്കിലേ ഇവിടെ ഈ മുറിയല്ലേ ഉള്ളൂ. നിനക്ക് ആ ചായപ്പിപ്പ കിടന്നൂടെ? പ്രഭേട്ടന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? പഞ്ചായത്ത് റോഡിൽ പേപ്പർ വിരിച്ചു കൊടുത്താ അവിടെ കിടന്ന് ഉറങ്ങുന്നവനായി ഈ പ്രഭാകരൻ. എന്റെ ചില സാധനങ്ങള് അതൊക്കെ ആ പെണ്ണെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇതാ മോളെ. മോള് കുടിക്ക്. സ്ഥലം മാറ്റായില്ലേ? ഏയ്, ചൂടല്ലേ, ഇവിടെ സുഖം. ഇക്കണക്കിന് മീനമ്മയുടെ മാസം ആവുമ്പോ അമ്പലപ്പറമ്പാണ് സുഖമെന്ന് പറയേണ്ടി വരും മോനെ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ആ വഴിക്കാ നീങ്ങണത്. നിനക്ക് എന്തിലും കുറ്റം മാത്രമല്ലേ കാണാൻ പറ്റൂ? ഇടി പോത്തെ, കുടുംബത്തിലെ പെണ്ണുങ്ങളുള്ളപ്പോ പിന്നെ ആണുങ്ങൾ പുറത്തല്ലേ കിടക്കേണ്ടത്? ഡൈനിങ് ഹാളിലും തളത്തിൽ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. പ്രഭാകരൻ ഇന്നു മുതൽ പുറത്തു കിടന്നോളും എന്ന് ചെറിയമ്മാൻ തീരുമാനിച്ചെന്തേ? ഈ വീടൊരു സ്ഥിരം താവളമാക്കണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലടി. നീ ചെന്ന് കിടക്കാൻ നോക്കുക. നാളെ കണ്ടത്തിൽ മരുന്നടിക്കാനുള്ളതല്ലേ. ഞാൻ പൊക്കോളാം. പക്ഷെ ഒന്നുണ്ട്, വയറ് നിറച്ചുകൊണ്ട് ഏമ്പക്കം വിടുന്നവരുടെ ശബ്ദം ഉഴണ പോത്തിനും മെതിക്കണ യന്ത്രത്തിനും അറിയേണ്ട കാര്യമില്ല. അതുപോലെ ആവരുത് പ്രഭേട്ടൻ. പ്രിയപ്പെട്ട മെമ്പർമാരെ, സുഹൃത്തുക്കളെ, ഈ തോന്നൂർക്കര പഞ്ചായത്തിലെ പുഴയുടെ തീരത്ത് ഒരു പഞ്ചകർമ്മ റിസോർട്ട് വരികയെന്ന് പറഞ്ഞാൽ ടൂറിസം എന്ന വ്യവസായം ഇവിടെ തഴച്ചു വളരുകയാണ് എന്നാണ് അർത്ഥം. ഗ്രാമീണ ഭംഗികൾ ആസ്വദിക്കാനും ശരീര സൗന്ദര്യം നിലനിർത്താനും കയ്യിൽ പിടയ്ക്കുന്ന ഡോളറുകളുമായി വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കിടക്കും. അവരെ തിരുമ്മാനും പിഴിയാനുമുള്ള സുവർണ അവസരം ഗ്രാമത്തിലെ 18ഉം 19ഉം വയസ്സുമുള്ള പെൺകൊടികൾക്ക് ലഭിക്കും. അതെ, അധികം താമസിയാതെ നമുക്ക് വിദേശികളെ നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സഹന സമരത്തിലൂടെ മഹാത്മാഗാന്ധിജി ആട്ടിപ്പായിച്ച ഈ വിദേശികളെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ട് കുടിപാർപ്പിക്കാം. മെമ്പർക്ക് സമ്മതമാണെങ്കിൽ അത് മെമ്പറുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നിർത്തോ. ഈ പഞ്ചായത്തിൽ ഒരു വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടാത്ത ഇയാളെ ഈ യോഗത്തിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറുപടി പറയണം. കഴിഞ്ഞ 15 കൊല്ലമായി ചാണ്ടി പ്രസിഡന്റിന്റെ കൂടെ പഞ്ചായത്തിലുണ്ടല്ലോ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? മെമ്പറെ വലിച്ചിടാത്ത കാര്യം പറയണം. ബാങ്കോക്കും മലേഷ്യയും പോലെ 3-4 ലോകരാഷ്ട്രങ്ങളിൽ ടൂറിസത്തിന്റെ മറവിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാമോ? ഇല്ല. എങ്കിൽ എവിടെ ഇരിക്കെ? പ്രസിഡന്റിന് അറിയാം. അത് ഈ തോന്നൂർക്കരയിലെ കാര്യം പറയൂ പ്രഭാകര. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും നടക്കുന്ന ഒരേ കാര്യം തന്നെ. അതെന്താ? സുഹൃത്തുക്കളെ, നാളെ ഇവിടെ വരാൻ പോകുന്നു എന്ന് പറയുന്ന ഈ റിസോർട്ട് ഈ പഞ്ചായത്തിന്റെ അസ്ഥിവാരം വരെ തകർക്കാൻ പോകുന്ന ഒന്നാണ്. ഇവിടെ താറ്റിൽ കക്കവാരി കഴിയുന്ന, മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒട്ടേറെ പേരുടെ ജീവിത മാർഗമാണ് ഇതുമൂലം തകരാൻ പോകുന്നത്. മെമ്പർ എന്തായി പറയുന്നത്? വരുന്ന സായിപ്പന്മാർക്ക് സ്ഥലങ്ങൾ കാട്ടിക്കൊടുക്കുന്ന എന്താ ഗൈഡ് ഗൈഡ് ആകാമല്ലോ. അല്ലെങ്കിൽ മദാമമാർക്ക് മാലയും വളയും വിറ്റ് ജീവിക്കാമല്ലോ. പിന്നെ ഇത് നിങ്ങൾ പറയൂ. എന്റെ അഭിപ്രായം പഞ്ചായത്ത് റിസോർട്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെ. അതെ, വിശാലമായ കാഴ്ചപ്പാടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നയങ്ങളുമായി നമ്മൾ യോജിക്കുന്നു. ഓഹോ, അപ്പൊ ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണല്ലേ? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സമരം എന്നല്ല, പുരോഗമനം എന്നാണ് അർത്ഥം. പുരോഗമനം വേണേൽ പണം വേണം. നമ്മുടെ നാട്ടിൽ പണം കൊണ്ടുവരാൻ സാധിക്കുന്നത് ടൂർ വരുന്ന സായിപ്പന്മാർക്ക് മാത്രം. അവർക്ക് താമസിക്കാനും ഉല്ലസിക്കാനും ഒരു ചെറിയ കെട്ടിടം കിട്ടുന്നില്ല. എന്താ തെറ്റ്? അതിനിപ്പോ പുഴയുടെ ഒരു ഭാഗം നിർത്തുന്നതിൽ എന്താ കുഴപ്പം? കുറെ വീതിയിൽ ഇങ്ങനെ പരന്നൊഴുകുന്നതിലും ഇത്തിരി വീതി കുറഞ്ഞ് നല്ല ഭംഗിയിൽ ശാന്തമായിട്ട് ഒഴുകിയാലും പുഴ കടലിലേക്ക് തന്നെ ആണല്ലോ എത്താൻ പോണത്. അല്ല, മെമ്പറിന്റെ വീട്ടുമുറ്റത്തേക്കല്ലല്ലോ. അതെ, അതുകൊണ്ട് നമ്മളിതൊക്കെ കൈയടിച്ച് പാസ്സാക്കുന്നു. ഇല്ല പ്രസിഡന്റ്, ഈ പ്രഭാകരൻ ജീവനോടെ ഇരിക്കുമ്പോ പട്ടിണി പാവങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഈ പരിപാടി നടക്കില്ല, നടത്തിക്കില്ല. ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുക. ഓ, ഒരു തന്നെ ശല്യം ഒഴിഞ്ഞു. എന്നാ നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയാം. എന്തൊരൊത്തൊരുമ.
പ്രിയമുള്ളവരെ, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് മെമ്പർ പ്രഭാകരൻ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. തോക്കിനും ലാത്തിക്കുമല്ല, പീരങ്കിക്കും ബോംബിനും വരെ കീഴടങ്ങാത്ത ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ പൊന്നോമനയായ ചക്കരക്കുടമായ മെമ്പർ പ്രഭാകരന്റെ സമരത്തിന് നിങ്ങളുടെ എവരുടെയും മുഴുവൻ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മൈക്ക് സമര നായകൻ PK പ്രഭാകരന് കൈമാറുകയാണ്. തെളിച്ചു പറ. ഓ, മുദ്രാവാക്യം വിളിക്കാനാ? ഇൻകുലാബ് സിന്ദാബാദ്. കള്ളം പേരെടുത്ത് വിളിക്കാൻ. PK പ്രഭാകരൻ സിന്ദാബാദ്. PK പ്രഭാകരൻ സിന്ദാബാദ്. പിന്നെ തെളിച്ചു പറ. അത്രേ ഉള്ള. പ്രിയമുള്ളവരെ, പുള്ളി നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. പിന്നെ തെളിച്ചു പറ. എനിക്ക് പിടി കിട്ടിയില്ല. മണ്ണ് ഓഹോ, അതായിരുന്നു സംഭവം. നേരത്തെ പറയണ്ട, മൈക്കിലായി പോയി. എന്നാ പിടി. മണ്ണ് മരുത. ക്ലിയർ ആയല്ലോ. മൈക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. പിന്നെന്തിനാ മൈക്ക് വാങ്ങിയത്? എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കായലും പുഴയും നികത്തി വൻകിട റിസോർട്ടുകൾ പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനം പിൻവലിക്കുന്നത് വരെ ഈ കുഴിയിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതെന്തോന്നു? തെളിച്ചു പറയാം അങ്ങോട്ട്. എനിക്ക് പ്രവേശനോട് കാര്യം പറയാം. അന്തസ്സായിട്ട് മരിക്കാൻ കുഴി കിടക്കുമ്പോഴാണോ നീ ഒന്ന് കാശ് ചോദിക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ. നീ ഒരു മണ്ടത്തരം പറയാൻ നിൽക്കണ്ട. ഒന്ന് കൂടുമാവൂ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കാര്യമല്ലേ. വിപ്ലവം വരാൻ പാട്ട് പോരെ രഘു, തോക്ക് തന്നെ വേണം. വിപ്ലവകാരി ജലത്തിലെ മത്സ്യം പോലെയാണ്, അല്ലാതെ മണ്ണിലെ കുഴിയട്ടയല്ല. ദേവി, ഒരു മാവോ. വളരെ വിചിത്രമായ ഒരു സമരരീതിക്ക് ഇന്ന് കേരളത്തിലെ തോന്നൂർക്കര ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചു. കായൽ നികത്തി ടൂറിസ്റ്റ് റിസോർട്ട് പണിയുവാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തെ മെമ്പർ പ്രഭാകരൻ കഴുത്തറ്റം മണലിലിറങ്ങി നിന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തിയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ നാടിന്റെ ജീവരക്തമായ പുഴയും കായലും സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് ലഭിക്കുന്നത് ശ്വാസം മുട്ടിയുള്ള മരണമാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. മഹാത്മാ ഗാന്ധി കി ജയ്. വല്ല മൂർഖം പാമ്പം വന്ന് കൊത്തിയിരുന്ന അവൻ ആ കുഴി കിടന്ന് ചത്തോളുമായിരുന്നു. അതത്ര എളുപ്പമല്ലേ എളയപ്പാ. അവനാണെന്ന് മനസ്സിലായ പാമ്പ് വന്ദേ മാതരം എന്ന് പറഞ്ഞ അതുപോലെ എഴഞ്ഞങ്ങ് തിരിച്ചു പോകും. ഒരു നാട് മുഴുവൻ അവന്റെ കൂടെ ഉണ്ട്. നീ ഇപ്പൊ അവന്റെ കൂടാണോ എന്റെ കൂടാണോ? എളയപ്പന്റെ കൂടെ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ TK പ്രേമദാസൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, താങ്കളുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു കാര്യത്തിലാണ് തോന്നൂർക്കര പഞ്ചായത്ത് അധികൃതർ ഇങ്ങനെയൊരു നടപടി എടുത്തിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇങ്ങനെയൊരു നീക്കമുണ്ടായ കാര്യം ഇപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കായലും പുഴയും നികത്തി ഒരു പദ്ധതി നടപ്പാക്കുന്ന കാര്യം സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അന്വേഷണ നടപടിയെടുക്കും. ഈ വിഷയത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ നമ്മൾ വിവരം അറിയുന്ന തോന്നുന്നത്. ഒഴഞ്ഞല്ലോ. ഹലോ, ഉണ്ട്, കൊടുക്കാം. വിവരം അറിയുന്ന ഉറപ്പായ മന്ത്രിയാ. മന്ത്രി നല്ല നമസ്കാരം പ്രസിഡന്റ് അന്നേ. ശരി ശരി, ഇപ്പൊ തന്നെ പോയി പറഞ്ഞോളാം. മന്ത്രി എന്ത് പറഞ്ഞു? പദ്ധതി പിൻവലിച്ചു അവിടെ ചെന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിക്കണം. വേറെ ഒന്നും പറഞ്ഞില്ലേ? ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തായത് ജ്ഞാനനാണെന്ന്. അത്രേ ഉള്ളോ? കഷ്ടമായി പോയി. മന്ത്രി ആയതുകൊണ്ട് ഒരു തന്തയ്ക്ക് വിളി ഞാൻ പ്രതീക്ഷിച്ചു. ഇത് ഞാൻ എങ്ങനെ അവിടെ ചെന്ന് പറയും? ചുമ്മാ പോയി പറയണം പ്രസിഡന്റ്. നാളെ മേനോൻ സാർ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന മന്ത്രിയുമായി അദ്ദേഹം നേരിൽ കാണുന്നുണ്ട്. പുഴയും കായലും മാത്രമല്ല, ശബരിമല വനഭൂമി മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ മാലതി ഗ്രൂപ്പ് പല പല പ്രോജക്ടുകൾ തുടങ്ങാൻ പോവല്ലേ. പോയി പറയണം.
റിസോർട്ടിന്റെ കാര്യം അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ നടപ്പാക്കുന്നതല്ല. സന്തോഷായില്ലേ? പക്ഷെ അത് ഈ ചപ്പടാച്ചി സമരം കണ്ടിട്ടല്ല. ആലോചിച്ചു നോക്കിയപ്പോ എനിക്ക് വേദന തോന്നി. ഈ കായലില ഞാൻ കുളിച്ചും കളിച്ചും വളർന്നത്. എന്റെ അപ്പൻ മുങ്ങിച്ചത്തതും ഈ കായലില. എന്നിട്ടും ഞാൻ ഈ കായലിന് വെറുത്തിട്ടില്ല. എന്താ കാരണം എന്നൊക്കറിയോ? എന്റെ അമ്മച്ചി കക്കവാരി എന്നെ പോറ്റി വളർത്തിയത് ഈ കായലിൽ നിന്ന. ഇത് നികത്ത് റിസോർട്ട് ഉണ്ടാക്കാൻ ഇപ്പൊ ഈ കുഴിയിലായ പ്രഭാകരൻ സമ്മതിച്ചാൽ പോലും പ്രസിഡന്റായിരിക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഇവന്റെ കൂടെ നിങ്ങളല്ലാതെ ഈ വിട്ടിത്തത്തിന് ഇറങ്ങി തിരിക്കുവോ? കാര്യം എന്റെ പാർട്ടിയിലുള്ള ചിലരിതിന് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മയാണ് ഈ കായൽ. പ്രഭാകര, സമരം നിർത്തി കുഴിയിൽ എഴുന്നേറ്റ് പോടാ ചക്ക. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവറാച്ചന്റെ ത്യാഗനിർഭരമായ വെളിപ്പെടുത്തലിലൂടെ മെമ്പറുടെ സത്യാഗ്രഹ പ്രഹസനത്തിന് പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് ടിവിയിൽ മുഖം കാണിക്കാനും പത്രത്തിൽ പേര് വരുത്താനും വേണ്ടി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ പരിപാടികൾ അവസാനിപ്പിച്ച് എല്ലാവരും അവറാച്ചനെ ജയ് വിളിച്ച് പിരിഞ്ഞു പോകേണ്ടതാണ്. അവറാച്ചനെ, ബഹുമാനപ്പെട്ട അവറാച്ചനെ, പിടിച്ചോ. അതെ, എല്ലാരും പോയി എഴുന്നേറ്റ് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ തല പട്ടിയെടുത്തോണ്ട് പോകും. എന്നെ ഒന്ന് കേറ്റി തന്നിട്ട് പോടാ. ഉണ്ട്. സോറി, തിരക്കിനിടയിൽ ഞാനതങ്ങ് വിട്ടുപോയി. അത്യാവശ്യം ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഉപകാരമായി അല്ലേ? എല്ലാരും കൂടെ കുഴിയിലിറക്കി നിർത്തിയിട്ട് പ്രൈവേറ്റിന് എന്ത് ഗുണം ഉണ്ടായേ? ക്രെഡിറ്റ് മുഴുവൻ പ്രസിഡന്റ് കൊണ്ടുപോയില്ലേ? അങ്ങനെ പറയരുത്. മഹാത്മാഗാന്ധി ഉപ്പുകുറുക്കിയ സമരം നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനൊന്നും അല്ലല്ലോ. ക്രെഡിറ്റിന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ, അല്ലേ പ്രബേട്ട? കുഴി കിടന്നപ്പോ എന്റെ കൈ ഫ്രീ അല്ലായിരുന്നു, ഇപ്പോഴും ഫ്രീ അല്ല. അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചേനെ. പോട്ടെന്നെ, നീര് കക്കിയിട്ടുണ്ട്, അതുകൊണ്ടാ. നീ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ ജനങ്ങള്. ആ സമയം വരെ നിനക്ക് സിന്ദാബാദ് വിളിച്ചവര് അവസാനമായപ്പോ മാറ്റി വിളിച്ചത് കേട്ടില്ലേ? ക്രെഡിറ്റൊക്കെ ആരെങ്കിലും കൊണ്ടുപോട്ടെ മാഷേ. കായല് നികത്ത് റിസോർട്ട് കെട്ടിപ്പൊക്കുന്നത് ഇല്ലാണ്ടായില്ലേ? നമുക്കത് മതി. എന്നാലും പത്രത്തിൽ പേര് വരാൻ വേണ്ടി നീ ഓരോ കോപ്രായം കാണിക്കാന്നൊക്കെ പറയുമ്പോ അതിലെന്താ ഇത്ര തെറ്റ്? ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ തോന്നും. ഈ കോമാളി കാരണം ബാക്കിയുള്ളവർ കൂടി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇവനീ കാട്ടിക്കൂട്ടണത് ആ കവലെ പോയി കാണിച്ചാൽ വൈകിട്ടാവുമ്പോ 5-6 കിലോ അരിയെങ്കിലും വാങ്ങാനുള്ള കാശ് കിട്ടിയേനെ. അതെങ്ങനെ മേലനങ്ങാതെ വെട്ടി വിഴുങ്ങാനുള്ളതല്ല ഇവിടത്തെ പറമ്പിൽ ഉണ്ടാവണുണ്ടല്ലോ. അതെ, പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ തനിയെ പൊട്ടിമുളച്ചുണ്ടായതല്ല. നട്ടും നനച്ചും വളവിട്ടൊക്കെ നോക്കിക്കൊടുന്നത് ഞാൻ തന്നെയാ. 1-2 കൊല്ലമല്ല, കാലങ്ങളോളം. പ്രഭാകര, നീ കണക്ക് പറയാണല്ലേ? എന്നാ ഞാനും കുറച്ച് കണക്ക് പറയാം. എന്താ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കേൾക്കണോ നിനക്കത്? നമുക്ക് പോവാം മാഷെ. മാഷ് നിൽക്കണം. നിങ്ങളൊരു സ്കൂൾ അധ്യാപകനായിരുന്നില്ലേ മാഷേ? ഇവന്റെയൊക്കെ തരികിടയ്ക്ക് കൂട്ടു നിൽക്കാതെ 4 വാക്ക് നല്ലത് പറഞ്ഞു കൊടുത്തൂടെ? സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ആരാന്റെ അമ്മയുടെ ഭ്രാന്ത് കണ്ടു നിൽക്കണ പോലെ ഇവന്റെയൊക്കെ കാട്ടിക്കൂട്ടല് കണ്ടു നിൽക്കാൻ ഒരു സുഖം അല്ലേ മാഷേ? ഈ പ്രായത്തിൽ ഇനി മാഷക്ക് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. മാഷ് നടന്നോളൂ, നാളെ കാണാം. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ വാ. ചെല്ല്. രാമകൃഷ്ണനല്ല, കംസൻ. ആളുകൾ കേറി വരുമ്പോ മുന്നിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ പോവുക. അതിന് പകരത്ത് ഇതിവിടെ തറയ്ക്കാനാ പരിപാടി. നല്ല ഭംഗിയല്ലേ? പ്രഭ എന്നും വിളക്ക് കൊളുത്തി തൊഴുന്ന ഫോട്ടോകളാണ് അതൊക്കെ. അതുകൊണ്ടെന്താ വടക്കേപ്പുറത്തെ ചായപ്പില് തറച്ചേരം തൊഴാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഒരാള് വന്ന് കേറുമ്പോഴത്തേക്ക് ഈ മഞ്ഞ പിടിച്ച ഫോട്ടോകളൊക്കെ ദുസ്സഗുണമാണെന്നേ. രാമകൃഷ്ണ, വേണ്ടമ്മേ, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കട്ടെ. അമ്മ വന്നേ. പാടാ, ഇതൊന്ന്